സ്കൂൾ വരാന്തയിലൂടെ ഭ്രാന്തമായി ഓടുന്ന 15-കാരനെ കണ്ട് അധ്യാപകർ ഒന്ന് പതറി. പിന്നാലെ സ്കൂൾ പരിസരത്ത് നടന്നത് അതിദാരുണ സംഭവം. കയ്യിൽ കത്തിയുമായി ഓടിയ കൗമാരക്കാരൻ കണ്ട സ്ഥലത്ത് പോലീസ് അടക്കം തമ്പടിച്ചു. ഒടുവിൽ നടന്ന പരിശോധനയിലാണ് കൊടും കൊലപാതക വിവരം അറിയുന്നത്. ഒരു ക്ലാസ് മുറിക്കുള്ളിൽ കുത്തിവികൃതമാക്കിയ നിലയിൽ സുരക്ഷാ ജീവനക്കാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പാരീസിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയുടെ ബാഗ് പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ദാരുണ സംഭവമുണ്ടായത്. 31-കാരിയായ സുരക്ഷാ ജീവനക്കാരിയെ 15-കാരൻ കുത്തിക്കൊലപ്പെടുത്തി. ഫ്രാൻസിലെ മിഡിൽ സ്കൂളിലാണ് ഞെട്ടിക്കുന്ന സംഭവം. ചൊവ്വാഴ്ച സ്കൂളിൽ നടന്ന പതിവ് ബാഗ് പരിശോധനയ്ക്കിടയിലാണ് സംഭവം. സംഭവത്തിൽ 15-കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ബാഗ് പരിശോധനയ്ക്ക് സുരക്ഷാ ജീവനക്കാരിക്കൊപ്പമുണ്ടായിരുന്ന പോലീസുകാരനും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും ഇയാൾ തന്നെയാണ് 15-കാരനെ പിടിച്ചുവച്ചത്. ഫ്രാൻകോയിസ് ഡോൾട്ടോ സ്കൂളിലാണ് ആക്രമണം ഉണ്ടായത്. അധ്യാപക സഹായിക്ക് വിദ്യാർത്ഥിയുടെ ബുദ്ധിശൂന്യമായ അക്രമത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചതായിട്ടാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തുന്നതായും സർക്കാർ ഇത്തരം അക്രമങ്ങളെ നിയന്ത്രണത്തിൽ വരുത്തുമെന്നും ഇമാനുവൽ മാക്രോൺ എക്സിലെ കുറിപ്പിൽ പറയുന്നു. അതേസമയം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഫ്രാൻസിൽ പതിവില്ലാത്തതിനാൽ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ആളുകൾക്കിടയിലുള്ളത്. ഈ വർഷം മുതലാണ് വിദ്യാഭ്യാസ വകുപ്പ് ബാഗ് പരിശോധനകൾ തുടങ്ങിയത്. ചില സ്കൂളുകളിൽ ഇത് വളരെ പരിമിതമായിട്ടാണ് നടത്തുന്നത്. 2 മാസത്തിൽ നടന്ന പരിശോധനയിൽ 186 കത്തികളാണ് വിവിധ വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് കണ്ടെത്തിയത്.